അതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പിന്നെ നിങ്ങൾ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ UP-യിലാണ് പഠിച്ചത്. അതായത് മിസ്ബാഹി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ സുന്നികളുടെ കേന്ദ്രമാണ്. ജാമിയത്തുൽ അഷ്റഫിയ മുബാറക്പൂർ ആസംഗഡ്. അവിടെ വേൾഡിൽ നിന്ന് ഇപ്പോൾ 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന 100 കൊല്ലം പഴക്കമുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സുന്നി കോളേജാണ്. അവിടെ നിന്നാണ് 1999 ഞാൻ മിസ്ബാഹി ആയിട്ട് ഇറങ്ങിയത്. എൻ്റെ കൂടെ ഒരു മിസ്ബാഹി മാത്രമേ ആ വർഷം ഉണ്ടായിട്ടുള്ളൂ. ഒരു വർഷത്തെ കോഴ്സായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിർബന്ധിതമായിട്ട് ഉറുദു പഠിക്കാനായി. കൂടെ ഉണ്ടായിരുന്ന ഹംസ മിസ്ബാഹി കഴിഞ്ഞ വർഷം മരിച്ചും ചെയ്തു. നിങ്ങളെല്ലാവരും ഹംസ മിസ്ബാഹി പൊട്ടച്ചിറക്ക് വേണ്ടി ദ്വാരക്കണം. ഹംസ മിസ്ബാഹി പൊട്ടച്ചിറ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പുളശ്ശേരി അടുത്താണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ചെറുപ്പാണ്, എൻ്റെ പ്രായം പോലും ഇല്ല. ആ കുട്ടി മരിച്ചുപോയി. എത്തിയും കുട്ടികളുണ്ട്, മക്കളൊക്കെ. അള്ളാഹു താല എല്ലാവർക്കും ഒരു ആയത്ത് കൊടുക്കട്ടെ. പൊട്ടച്ചിറത്തെ കാതി കുടുംബമാണ്. ഇപ്പോൾ സ്ഥാപനത്തിലെ മക്കളുണ്ടോ, പഠിക്കുന്ന മക്കൾ? സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒന്ന് ബഹുമാനപ്പെട്ട മർക്കസിൻ്റെ കീഴിലുള്ള സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, വെൺമുള ഉസ്താദ്, മുത്തനൂർ തങ്ങപ്പാപ്പ, ഷെയ്ഖുന കെ ഹുസൈൻ ഫൈസി 50 കൊല്ലമായിട്ട് ദർശനത്തിൻ്റെ പ്രധാന ഉസ്താദാണ് സ്വാതമാൾ ഹുസൈൻ ഫൈസി, സ്വാതമാൾ ഉസ്താദ് എന്ന് പറഞ്ഞത്. ഈ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മമ്പൗ സഖാവ് സുന്നിയ നമ്മളെ തൊട്ടടുത്ത് ഓമച്ചപ്പുഴയിലാണുള്ളത്. അവിടെ എൻ്റെ ഉസ്താദിൻ്റെ ദർസാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അവിടെ പിന്നെ ഒരു പ്രാഥമിക മദ്രസ, സുന്നി ബോർഡിൻ്റെ മദ്രസ വൈലത്തൂർ തങ്ങളെ പേരിലാണ്. അത് വൈലത്തൂർ തങ്ങളെ പേരിലാവാൻ കാരണം ഇതിൻ്റെ സ്ഥാപകനും ആദ്യമായിട്ട് അതിലേക്ക് 100 രൂപ തന്നതും വൈലത്തൂർ തങ്ങളാണ്. മൂപ്പര ഹയാത്ത് കാലത്ത് സ്ഥാപിച്ചതാണ്. മൂപ്പര വഫാത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ പിന്നെ അവിടെ ഉള്ളത് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ SSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ അടക്കമുള്ള ആളുകളുടെ പിന്തുണയോടുകൂടി നമ്മളെ തിരൂര് ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലോട് സഹകരിച്ചിട്ട് ഒരു ഹരിജൻ കോളനിയാണ്. അവിടെ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തും. പിന്നെ അപ്പോൾ ഈ ദർസ്, സുന്നി ബോർഡിൻ്റെ മദ്രസ, മെഡിക്കൽ ക്യാമ്പ്, ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കാര്യമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ. 60,000 രൂപ മാസത്തിൽ ചിലവ് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. എല്ലാവരുടെയും ശ്രദ്ധ വേണം എന്ന് ഈ അവസരത്തിൽ ഒരു അഭ്യർത്ഥന, റിക്വസ്റ്റ് നടത്തുകയാണ്. പിന്നെ സ്ഥാപനത്തിൽ ഇപ്പോൾ എത്ര മക്കളുണ്ട് മൊത്തത്തിൽ? സ്ഥാപനത്തിൽ ദർസിൽ 15ഓളം കുട്ടികളും. എവിടെയൊക്കെ സ്ഥാപനങ്ങളായിട്ടുള്ളത്? അതിൻ്റെ കീഴിൽ വേറെ എവിടെയും ബ്രാഞ്ചൊന്നുമില്ല, ഇല്ല. പക്ഷെ എൻ്റെ ദർസ് 25 കൊല്ലമായിട്ട് അവിടെ അല്ല, ഓരോ മഹല്ലുകളിലാണ് നടന്നിരുന്നത്. ഇപ്പോഴും അതൊരു മഹല്ലിൽ തന്നെയാണ്. ഇപ്പം എന്തായി, ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ എറണാകുളത്ത് ഒരു ദർസും കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് അപ്പം എൻ്റെ സേവനം. ഒന്ന് വയനാട് ജില്ലയിലെ തരുവണ, അവിടെ ഒരു പാവപ്പെട്ട ഏരിയയാണ്. മർക്കസിൻ്റെ കീഴിലുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു ദർസ് ഉണ്ട്. അതിൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രമുഖനായ നമ്മൾ ഇയാവ് സുന്നയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടുകൂടി 2023 ഭാര്യയായ അവിടുന്ന് ബിരുദെടുത്തിറങ്ങിയ സ്വാദിഖ് അഹ്സനി കരേക്കാട് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ പ്രധാന മുദരിസ്. എറണാകുളത്ത് പിന്നെ ഞാൻ തന്നെ നേരിട്ട് 3 ദിവസം ഉണ്ടാവും. എൻ്റെ കീഴിൽ അവിടെ ഒരാളെ വെക്കണം, കാരണം എന്നാലേ അപ്പോൾ അതൊക്കെ നടക്കുള്ളൂ. അവിടെ ഇൻഷാ അല്ലാഹ് 4 ഫ്ലോറുള്ള വലിയൊരു ബിൽഡിങ്, അതിൻ്റെ അവിടുത്തെ ദർസാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. 8 കുട്ടികൾ അവിടെ നിലവിലുണ്ട്. 20 കുട്ടികളായിട്ട് നമ്മൾ പോകുമാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോയത്. ഇനി എത്ര മക്കൾ വേണം നമുക്ക്? മൊത്തം ഇനി ഒരു 30 കുട്ടികളെ, 10 കുട്ടികളെ ഹിഫ്ലുക്കും 20 കുട്ടികളെ ദർസുക്കും കിട്ടണം. 10 കുട്ടികളെ ഹിഫ്ലുൽ ഖുർആൻ കിട്ടണം. ഇതിന്റെ കീഴിൽ ഹിഫ്ലുൽ ഖുർആൻ സംവിധാനം ഉണ്ട്. അത് മമ്പഴിന്റെ കീഴിലല്ല, ഈ ദർസിന്റെ കീഴിലാണ് സംവിധാനം. മമ്പഴിന്റെ കീഴിൽ ഞാൻ ഈ പറഞ്ഞ സംവിധാനം ഇപ്പോൾ ഉള്ളൂ. ഇനി പലതും ആലോചിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആടും കൂടും പദ്ധതി, അണ്ടർ പദ്ധതി നടക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ ഇതുള്ള ചെലവുള്ള പദ്ധതികളാണ്. അപ്പോൾ എത്ര കുട്ടികൾ മൊത്തത്തിൽ വേണം? നമുക്ക് ഒരു 30 മുത്താലിമീങ്ങളെ, 10 കുട്ടികളെ ഹിഫ്ലുൽ ഖുർആൻ. എത്ര ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എങ്ങനെയാണ്? അത് ഏത് കുട്ടികൾ എടുക്കും, നമ്മൾ അവർക്ക് എന്ത് ചെയ്യും, ഭൗതികമായിട്ട് അവർക്ക് മെഡിക്കൽ എൻട്രൻസിന് വരെ സൗകര്യം ചെയ്തു കൊടുക്കും. ഞാൻ അതിൻ്റെ മേലൊന്നും പറയാമല്ലോ. മെഡിക്കൽ എൻട്രൻസിന് വരെ സൗകര്യം ചെയ്തു കൊടുക്കും. നമ്മളെ ദർസിൽ നിന്ന് MBA കഴിഞ്ഞ് പൂർത്തിയായി ഒമാനിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്, അതുപോലെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ. 70 ആളുകൾ ഇപ്പോൾ ബിരുദെടുത്തോലുണ്ട്. മൊത്തം 500ഓളം ആളുകൾ ബിരുദെടുത്തോലും അല്ലാത്തവരായിട്ടുണ്ട്. നമ്മൾ ദർസെടുത്തിയ സ്ഥലങ്ങളിലൊക്കെ 10 സ്ഥലത്ത് ദർസെടുത്തിയാണ്. ഇവിടെ തൊട്ടടുത്ത്, ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്, തൊട്ടടുത്ത് നമ്മളെ വരമ്പനാല ചെറുവണ്ണൂർ മഹല്ല് ദർസ് നടത്തിയിരുന്നു. അവിടെ 20 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ പല ബേപ്പൂരാണ് തുടങ്ങിയത്, പല സ്ഥലത്തും ദർസ് നടത്തിയിരുന്നു. ഈ നിൽക്കുന്ന മണ്ണ് എൻ്റെ ദർസിന് ഏറ്റവും വലിയ സഹായം ചെയ്ത കുഞ്ഞാവ ഹാജിയുടെ, മർഹൂം കുഞ്ഞാവ ഹാജിയുടെ വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. അള്ളാഹു അവരുടെ ഉഖ്റവിയാ ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. അവരുടെ വലിയ സുഹൃത്താണ് അബ്ദുൽ അസീസ് ഹാജി. അവരുടെ ഉഖ്റവിയാ ജീവിതം അള്ളാഹു താല സന്തോഷമാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ നാട്ടുകുട്ടികളായിട്ട് വരലുണ്ട്. ഓരാണ് നമ്മളെ ശക്തി.
അതുപോലെ മലേഷ്യയിലും പല സ്ഥലത്തും അവർ സേവനം ചെയ്യും. 30 കുട്ടികളെ വേണം, അതിൽ 10 കുട്ടികൾ ഹിഫ്ദുൽ ഖുർആൻ പഠിക്കാനും 20 കുട്ടികളെ നമുക്ക് ദർസുഖാണ് വേണ്ടത്. ഈ 30 കുട്ടികളിൽ 10 കുട്ടികൾ ഹിഫ്ദുൽ ഖുർആൻ ഏത് ഭാഗത്താണ്? എറണാകുളത്താണ് ഉദ്ദേശിക്കുന്നത്. മറ്റേത് 20 കുട്ടികൾ 10 കുട്ടികളെ എങ്ങോട്ട് വിടും? തരുവണ, വയനാട്. 10 കുട്ടികളെ എറണാകുളത്ത് പോസ്റ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. ഓൽക്കുള്ള എല്ലാ ചെലവും നമ്മൾ വഹിക്കും. അതതിന്റെ പ്രത്യേകത. അർഹരാണെങ്കിൽ മാത്രം. ടെസ്റ്റ് ഉണ്ടാവും ഇതിനെന്ത്? ഒരു ടെസ്റ്റും ഇല്ല. കാരണം നമുക്ക് ബോധ്യപ്പെടാം, വിശ്വാസമാണ്, വാക്കാണ്. യൂണിറ്റ് മറ്റുള്ള വാക്കാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർ സുന്നിയായിരിക്കണം, അത്രേ ഉള്ളൂ. SSF, SOS, SKSF എന്നുള്ളത് 2 വിഭാഗം ആളുകൾ നമ്മളെ ദർസിൽ പഠിച്ചിരുന്നു. കൂടെ പറയാണ് ഖലീൽ തങ്ങൾ ഉസ്താദ്, ബഹുമാനപ്പെട്ട അയിനിക്കുന്നം പോക്കര് മുസ്ലിയാർ, ഇരിങ്ങാവൂര്, വലിയ സൂഫി വര്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അലി അക്ബർ നമ്മളെ ദർസിൻ്റെ പ്രൊഡക്റ്റാണ്. അവൻ SKSFിൻ്റെയും KMCCയുടെയും വളവന്നൂർ ബാഫ ടേറ്റിങ്ങാനുടെയും മുസ്ലിം ലീഗിൻ്റെ ഒക്കെ സജീവ പ്രവർത്തനമാണ്. അപ്പോൾ 2 വിഭാഗം ആളുകൾ നമ്മുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ദർസിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക, വിളിക്കട്ടെ. അവർ 9846417445 98 46 41 74 45. എന്നാൽ വിളിക്കട്ടെ ആളുകൾ. ഇൻഷാ അല്ലാഹ്.